أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഞാൻ മക്കയിലായിരിക്കുമ്പോൾ അന്ന് തമീമിലേക്ക് എല്ലാവരും അങ്ങോട്ടേക്ക് വേഗത്തിൽ ഓടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച ഹുബൈബിനെ തൂക്കിലേറ്റുന്ന ഒരു വാർത്ത അറിഞ്ഞിട്ട് എല്ലാവരും ആഹ്ലാദത്തോടെ തമീമിലേക്ക് ഓടുകയാണ്. അക്കൂട്ടത്തിൽ ഞാനും തമീമിലേക്കെത്തി. അവിടെ എത്തിയപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം മുന്നിൽ കാണുന്ന ആ മനുഷ്യൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ സന്തോഷവും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കയറ്റിയതിനു ശേഷം മക്കയിലെ സത്യനിഷേധികൾ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു: ഹുബൈബേ, നിന്നെ ഈ തൂക്കുമരത്തിൽ നിന്ന് ഞങ്ങളങ്ങ് മാറ്റാം, നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ മുഹമ്മദിനെ കൊണ്ടുവരാം, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. എന്നിട്ട് ആ തൂക്കുമരത്തിൽ നിന്നുകൊണ്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്: എൻ്റെ പ്രവാചകന്റെ ശരീരത്തൊരു ചെറിയ മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല, എന്നെ തൂക്കിലേറ്റുക. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു പ്രാർത്ഥന നടത്തി. പടച്ച റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ ആകൃഷ്ടനായി പ്രവാചകനിൽ വിശ്വസിച്ചതുകൊണ്ട്, തൗഹീദ് ഉൾക്കൊണ്ട് ഞാൻ ജീവിച്ചതിൻ്റെ പേരിൽ എന്നെ മക്കയിലെ സത്യനിഷേധികൾ ഇതാ തൂക്കിലേറ്റുകയാണ്. അല്ലാഹുമ്മ അഷ്ഹദ്
അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഇവരിൽ നിന്നൊരാളെയും വിട്ടുകളയരുത്, ഇവരെ നീ നോട്ട് ചെയ്യണം. സഈദ് ബിൻ ആമിർ വല്ലാത്ത ഭയപ്പാടായി. തൂക്കിലേറ്റേറുന്ന ആ മരണം മുന്നിലേക്ക് വരുന്ന സമയത്തും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ആത്മീയ ആചാര്യൻ അവർക്ക് പകർന്നു കൊടുത്ത ആ വിശ്വാസവും അടുത്ത സെക്കൻഡിൽ തന്നെ തൂക്കിലേറ്റുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആത്മവിശ്വാസത്തോടുകൂടി ആ മനുഷ്യൻ മരണം വരിക്കുന്നതും കണ്ടിട്ട് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അന്ന് സത്യനിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മദീനയിലായിരുന്നു. മദീനയിലേക്ക് പലായനം ചെയ്തിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് പോയി വിശ്വസിച്ചു. ഇവിടെ സഈദ് ബിൻ ആമിർ സത്യനിഷേധിയായിരുന്ന ആ മനുഷ്യനായിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചിന്തിച്ചത് 2-3 വർഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മക്കയിലെ ഒരു ചെറിയ ന്യൂനപക്ഷം ലാത്തയോടും മുസ്സയോടും മനാത്തിനോടും പ്രാർത്ഥിച്ചിരുന്ന ആ മനുഷ്യരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്ന് ആ പ്രവാചകൻ പറയുകയും ആ പ്രവാചകന്റെ തൗഹീദിൽ ആകൃഷ്ടരായ വിശ്വാസികൾ ആ പ്രവാചകനോടുള്ള അധമ്യമായ സ്നേഹം കണ്ടിട്ട് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഉഹദിന്റെ രണഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്നൊരു കിംവദന്തി അവർക്കിടയിൽ പ്രചരിച്ചു. മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്നൊരു പ്രചരണം അവർക്കിടയിൽ വ്യാപകമായപ്പോ ബനൂ ദീനാർ ഗോത്രക്കാരിയായ ഒരു സഹോദരി ആ ഉഹദിന്റെ രണഭൂമിയിലേക്ക് ഓടി വരികയാണ്. ആ സ്ത്രീയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ആ ഉഹദിന്റെ രണഭൂമിയിൽ നിന്റെ ഭർത്താവ് മരണപ്പെട്ട് കിടപ്പുണ്ട്, നിന്റെ ഉപ്പ മരണപ്പെട്ട് കിടപ്പുണ്ട്, നിന്റെ സഹോദരൻ മരണപ്പെട്ട് കിടപ്പുണ്ട്. അംഗവിച്ഛേദം ചെയ്യപ്പെട്ട് ആ കിടക്കുന്ന കാഴ്ച നിനക്ക് കാണാൻ കഴിയില്ല സഹോദരി, നീ അങ്ങോട്ടേക്ക് പോകരുത്. ആ സമയത്തും തൻ്റെ ഭർത്താവും തൻ്റെ ഉപ്പയും തൻ്റെ സഹോദരനും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടും ആ സഹോദരി ചോദിച്ചത് മാ ഫഅല റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലിന് എന്തു സംഭവിച്ചു, എൻ്റെ പ്രവാചകൻ എന്തു സംഭവിച്ചു? ആ സമയം ആ അനുചരൻ പറഞ്ഞു, പ്രവാചകൻ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇല്ല, എനിക്ക് ആ പ്രവാചകനെ കാണണം, അറൂനി എനിക്കൊന്ന് കാണിച്ചു തരൂ. ആ അനുചരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ആ സഹോദരിക്ക് സ്വന്തം ആ ഭർത്താവും സ്വന്തം പിതാവും സ്വന്തം സഹോദരനും ഉഹദിന്റെ രണഭൂമിയിൽ മരണപ്പെട്ടു പോയിട്ടും എന്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന വെപ്രാളമായിരുന്നു റസൂലിൽ വിശ്വസിച്ച മുവഹിദായ ആ സുഹാബ വനിതയ്ക്കുണ്ടായത്. അവർ സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം ഭർത്താവിനേക്കാളും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിച്ചു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തെക്കാളേറെ അവർ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു. റസൂലിന്റെ സ്വഹാബത്ത് അത്രത്തോളം സ്നേഹവും ഇഷ്ടവും അവർക്കുണ്ടാകാൻ കാരണം ഇരുട്ടിൽ ജീവിച്ചിരുന്ന ഒരു ജനത, അന്ധവിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനത, ആ മനുഷ്യരെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രകാശത്തിലേക്ക്, ഹിദായത്തിലേക്ക്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും ആ റബ്ബിനെ ഉൾക്കൊണ്ട്, ആ റബ്ബിന്റെ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് പരലോക മോക്ഷം നേടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചു. ആ റസൂലിനെ അവർ സ്നേഹിച്ചു. സ്നേഹിക്കുക മാത്രമല്ല, ആ റസൂലിന്റെ ജീവിതം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു,
അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയാണ് നമസ്കരിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ അയൽവാസികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അള്ളാഹുവിന്റെ റസൂല് കുടുംബത്തോട് എങ്ങനെയാണ് സഹവസിക്കുന്നത്, ജീവിതത്തിന്റെ അഖില മേഖലകളും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ മാതൃകയാക്കി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്ദുള്ളയുടെയും മാമിനയുടെയും മകനായി ജനിച്ച ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. നിങ്ങളുടെ റോൾ മോഡൽ അള്ളാഹുവിന്റെ റസൂലാണ്. നമ്മൾ താടി വച്ചിരിക്കുന്നത്, നിര്യാണിക്ക് മേളിൽ വസ്ത്രം ധരിക്കുന്നത്, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോ നമ്മുടെ നാവിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വന്ന വാചകം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, ഈ മരണത്തിൽ നിന്ന് ഈ പുതിയ ദിവസത്തിലേക്ക് എന്നെ എഴുന്നേൽപ്പിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതി. ആരാണ് സഹോദരങ്ങളെ ഇത് നമ്മെ പഠിപ്പിച്ചത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാണോ? ഏതെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണോ? ഇല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ഉറക്കത്തിൽ നിന്നുണരുമ്പോ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോ ഏത് കാല് വെച്ചാണ് മുൻപ് പ്രവേശിക്കേണ്ടത്? ആ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏത് കാല് വെച്ച് പുറത്തിറങ്ങണം? എന്തു പറയണം? ഭക്ഷണം കഴിക്കുമ്പോ ഏത് കരങ്ങൾ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? എന്തു പറഞ്ഞുകൊണ്ട് കഴിക്കണം? അങ്ങനെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃകയാണ്. ഇരുട്ടിലും അന്ധവിശ്വാസത്തിലും പരസ്പരം മദ്യപാനത്തിലും കൊലയിലും കൊള്ളയിലും കലാപത്തിലും ജീവിച്ചിരുന്ന ആ ജനതയെ അള്ളാഹുവിന്റെ റസൂല് മഹിതമായ ഒരു സംസ്കാരത്തിലേക്കാണ്, ഉന്നതമായ ഒരു സാംസ്കാരികതയിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ ആ ജനതയെ സംസ്കരിച്ചത്. നമുക്കൊക്കെ അറിയാം, ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അവർ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന കാലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ലവിദൽ മൗഉദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് കുറ്റം ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഈ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടതെന്ന് നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന ആ സന്ദർഭത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ പ്രവാചകന്റെ മുന്നിലിരുന്ന് ഏങ്ങിക്കരയുന്നുണ്ട്. റസൂല് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഏങ്ങിക്കരയാൻ കാരണമെന്ന് ചോദിക്കുമ്പോ ആ ഗ്രാമീണനായ ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞത്, ഇല്ല റസൂലേ, ഞാനത് പറയില്ല. ഞാൻ താങ്കളോടത് പറഞ്ഞാൽ താങ്കൾ എന്നെ വാളുകൊണ്ട് കഷണങ്ങളായി മുറിക്കും. അത്രയും ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം അത്രത്തോളം മൃഗീയമായ ഒരു ജീവിതമായിരുന്നു. റസൂൽ പറയാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു. ആരും കാണാതെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ എൻ്റെ മകളെ വളർത്തി. കാരണം പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവിടെ വല്ലാത്ത ആക്ഷേപവും അവഹേളനവും ഉണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എൻ്റെ മോള് കളിക്കാനും ചാടാനും പുറത്തേക്കിറങ്ങി. എൻ്റെ അയൽവാസികളും എൻ്റെ നാട്ടുകാരും യാ അബൽ ബിൻത്, ഏ പെൺകുട്ടിയുടെ ഉപ്പ എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങി, എന്നെ അധിക്ഷേപിക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂലെ, ആ അധിക്ഷേപവും ആക്ഷേപവും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഞാൻ എൻ്റെ പൊന്നുമകളെയും കൂട്ടി മരുഭൂമിയുടെ അങ്ങേ തലയ്ക്ക് പോയി പ്രവാചകരെ. അവിടേക്ക് പോയിട്ട് ഞാൻ വലിയൊരു കുഴിയെടുത്തു. ആ കുഴിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോ എൻ്റെ മകൾ വിയർപ്പ് കണങ്ങൾ എൻ്റെ നെറ്റിത്തടത്തിലേക്ക് വിയർപ്പ് കണങ്ങൾ വന്നപ്പോ ഉപ്പച്ചിയുടെ ആ മുഖത്തുള്ള ആ വിയർപ്പ് കണങ്ങൾ ആ ചെറിയ കരങ്ങൾ കൊണ്ട് എൻ്റെ മകള് തുടച്ചു നീക്കി. അവസാനം ആ വലിയ കുഴിയിലേക്ക് ഞാൻ എൻ്റെ മകളെ തള്ളിയിട്ടിട്ട് മണ്ണിട്ട് മൂടി. ആ സമയത്തെൻ്റെ ആ പൊന്നുമകൾ വിളിക്കുന്നുണ്ടായിരുന്നു, യാ അബി, എൻ്റെ ഉപ്പ, എനിക്ക് ഭയമാകുന്നു എന്ന് എൻ്റെ മകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പ്രവാചകരെ,
അന്ന് ഞാൻ ഇരുട്ടിലാണ് ജീവിച്ചത്, അന്ന് ഞാൻ അന്ധവിശ്വാസങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ആ ഇരുട്ടുകളെ വകഞ്ഞു മാറ്റി ഒരു സംസ്കാര സമ്പന്നമായ പെൺകുട്ടിയെ ആദരിക്കണം, സ്ത്രീകളെ ആദരിക്കണം, സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന വലിയൊരു ആദർശമാണ്, വലിയൊരു തത്വസംഹിതയാണ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും നമുക്ക് മാതൃകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തും പ്രവാചകന്റെ മരണസമയവും ആ മരണ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്റെ ആ അവസാന വിയോഗ സന്ദർഭങ്ങളും പ്രിയമുള്ളവരെ നമുക്കൊക്കെയും മാതൃകയാണ് ആ പ്രവാചകന്റെ ജീവിതം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകൻ രോഗബാധിതനായി. നമുക്കൊക്കെയും അറിയാം, റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകൻ രോഗബാധിതനായി, രോഗം മൂർച്ഛിച്ചു. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പ്രവാചകന്റെ പ്രയാസം കണ്ടിട്ട്, പ്രവാചകന്റെ ആ വിഷമകരമായ അവസ്ഥ കണ്ടിട്ട്, യാ കർബാ അബി, എന്റെ ഉപ്പയുടെ സങ്കടമേ എന്നാവലാതി പറഞ്ഞ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞാൽ ഉപ്പയുടെ ജീവിതത്തിൽ ഒരു വേദനയുമില്ല, ഒരു പ്രയാസവുമില്ല മോളെ. ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ ഞാൻ അല്ലാഹുവിന്റെ റഫീഖുൽ ആഇലയിലേക്ക്, എന്റെ ഉന്നതനായ കൂട്ടുകാരനായ എന്റെ റബ്ബിലേക്ക് ഞാൻ ഉയർന്നു പോവുകയാണ് എന്ന് മകളോട് പറഞ്ഞപ്പോ ആ മകൾ വല്ലാതെ സങ്കടം കൊണ്ട് കരഞ്ഞു. വീണ്ടും ആ സങ്കടം കൊണ്ട് കരഞ്ഞപ്പോ റസൂല് മകളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ അഹ്ലു ബൈത്തിൽ നിന്ന് ആദ്യമായി കടന്നു വരുന്നത് മകളാണ് ഫാത്തിമ, നീയാണെന്ന് പറയുമ്പോ ആ മകള് സന്തോഷം കൊണ്ട് സന്തോഷത്തിലാവുകയാണ്. ഇത് ഐഷ റളിയല്ലാഹു അൻഹ കണ്ടു. റസൂൽ ഐഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഐഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോഴും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പറഞ്ഞു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് അങ്ങോട്ട് രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. ശക്തമായ വേദന പ്രവാചകൻ അനുഭവപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഐഷ ഇന്നലിൽ മൗതി സക്റാത്ത്, മരണത്തിനു വല്ലാത്ത വേദനയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജൂത സ്ത്രീയായിരുന്ന ആ സ്ത്രീ വിഷത്തിൽ, ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്ന ആ വിഷത്തിൽ എൻ്റെ ഒരു അനുചരൻ മരണപ്പെട്ടു. ഞാനത് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞുവെങ്കിലും എൻ്റെ ഉമിനീരിലൂടെ കുറച്ച് വിഷം എൻ്റെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ തലച്ചോറ് പിളർന്നു പോകുന്ന രൂപത്തിൽ എനിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് ആയിഷ. എന്നിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് വല്ലാത്തൊരു പ്രാർത്ഥന വരികയാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദി നസാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താണ് കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ കബറിടത്തെ ഒരിക്കലും ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുതേ. ആ പ്രവാചകന്റെ ഉള്ളിലെ ഭയപ്പാടാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത അല്ലാഹുവിനെ കൈയൊഴിഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിച്ചതുപോലെ, ജൂതന്മാര് വഴിപിഴച്ചു പോയതുപോലെ എൻ്റെ ഉമ്മത്തികൾ പിഴച്ചു പോകുമോ, എൻ്റെ ഉമ്മത്തികൾ വഴിതെറ്റിപ്പോകുമോ എന്നാലോചിച്ചുകൊണ്ട് അവസാനം പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്ന് വന്ന വാചകം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിടത്തെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്. പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ വലിയൊരു ഉദാഹരണമാണ് സൗദിയുടെ ഭരണം. ആ പ്രവാചകന്റെ ആ റൗളയിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ
ആ പ്രവാചകന്റെ മുന്നിൽ സലാം പറഞ്ഞു മടങ്ങുകയല്ലാതെ അവിടെ പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമില്ല. നിങ്ങൾ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ 5 നേരത്തെ നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടല്ല പ്രാർത്ഥിക്കുന്നത്, റസൂലിനു വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. നാം അത് നന്നായി മനസ്സിലാക്കണം. പലപ്പോഴും ഇത് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഏതൊരു വിഷയമാണോ നമുക്കറിയാത്തത്, നാം ഒരു രോഗിയായി ഒരു ഡോക്ടർ അടുക്കലേക്ക് ചെല്ലുമ്പോ ഒരു ഗുളികയിൽ തീരേണ്ട പ്രശ്നം ഒരു സർജറിയിലാക്കിയിട്ട് കാലാകാലം ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടിട്ട് കിടപ്പറയിലേക്കായി പോകുന്നത് ഒരു ഡോക്ടറുടെ വഞ്ചനയാണ്. ഒരു ബിൽഡർ നമ്മുടെ വീട് വെക്കുമ്പോ നമുക്കറിയില്ല എങ്കിൽ ആ അറിയാത്ത വിഷയത്തിൽ ആ ബിൽഡർ നമ്മെ അപകടപ്പെടുത്തുന്നത് പോലെ സമകാലിക സാഹചര്യത്തിലെ പുരോഹിതവർഗം നമ്മുടെ ആശയെയും കീശയെയും മാത്രമല്ല നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയും. പരലോകത്ത് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നാം പെട്ടുപോകും. പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ അവസാന നിമിഷത്തിലുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 ഒരു ളുഹയുടെ സമയമായപ്പോ പ്രവാചകന്റെ രോഗം മൂർച്ഛിച്ചു. രോഗം അതിശക്തമായി. ഉമർ റളിയല്ലാഹു അൻഹു ഒരു തോൽസഞ്ചിയിൽ കൊണ്ടുവന്ന കുറച്ച് വെള്ളം പ്രവാചകൻ ആ കരങ്ങളിലേക്ക് വെച്ചിട്ട് പ്രവാചകന്റെ കരങ്ങൾ കൊണ്ട് മുഖത്തേക്ക് തടകി പ്രവാചകനൊരു ആശ്വാസമായി. പിന്നീട് പ്രവായിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ മരണസമയത്ത് അല്ലാഹുവിന്റെ റസൂല് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗഫിർലി വർഹംനി. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണേ, എന്നോട് നീ കരുണ കാണിക്കണേ. ഉന്നതനായ എന്റെ കൂട്ടുകാരനിലേക്ക് അല്ലാഹുവേ നിന്നിലേക്ക് എന്നെ ചേർത്തു തരണേ എന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും ആ പ്രവാചകന്റെ കരങ്ങൾ താഴേക്ക് വീഴുകയും മടിയിലായിരുന്ന തല പെട്ടെന്ന് താഴേക്ക് വീഴുകയും പ്രവാചകനെ ചേർത്തു പിടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടത്തെ ഇരുള് മാറ്റി നമുക്ക് ഹിദായത്തിന് കാരണക്കാരനായ ആ പ്രവാചകൻ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുന്ന സന്ദർഭം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ വാള് കൊണ്ട് ഞാൻ കഷണങ്ങളായി മുറിക്കും. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിലേക്ക് മാറി. ആ സമയം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ആരാധിച്ചതെങ്കിൽ ഇതാ മുഹമ്മദ് മരണപ്പെട്ടു പോയി, അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്രയായി. വമൻ കാന യഅബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൽ ലാ യമൂത്, തീർച്ചയായും അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനും മരണമില്ലാത്തവനുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയേ, അവരും മരണപ്പെടും, താങ്കളും മരണപ്പെട്ടു പോകുമെന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഓതുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു സ്വയബോധത്തിലേക്ക് മാറുന്നത്. കാരണം ആ റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് യാത്രയായി പ്രവാചകനെ കൊണ്ട് ഖബറടക്കം ചെയ്തിട്ട് ളുഹർ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ശേഷം വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ കണ്ടമിടറുകയാണ്. അദ്ദേഹം ബോധരഹിതനായി താഴെ വീണു പോവുകയാണ്. വീണ്ടും അത് ബാങ്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോ റസൂലില്ലാത്ത മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വയബോധം നഷ്ടപ്പെട്ട് താഴെ വീണു പോവുകയാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12 ഇരുട്ടിലായ ലോകത്തിന്റെ അനുഗ്രഹമായ ആ പ്രവാചകൻ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയ ആ റബീഉൽ അവ്വൽ 12
എങ്ങനെയാണ് നമുക്ക് പള്ളികളും പായസവും അതുപോലെ തന്നെ ഭക്ഷണവും മധുരപലഹാരങ്ങളും വിളമ്പി എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും? ചരിത്രത്തിന്റെ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിലും പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത് റബീഉൽ അവ്വൽ 12-നായിരുന്നു സഹോദരങ്ങളെ. മാത്രമല്ല, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മദീനയിലേക്ക് മടങ്ങി വന്നപ്പോ ആ റസൂലിന്റെ സ്വഹാബത്ത്, റസൂലിന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരനായ ബിലാലെ, കാരണം താങ്കളുടെ ബാങ്കുലി കേൾക്കുമ്പോ ആ റസൂലിന്റെ മധുരമുള്ള ഒരു കാലം നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ബിലാൽ ഒരിക്കൽ കൂടെ ബാങ്ക് കൊടുക്കാമോ? ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോ ആ മദീനയിലെ കച്ചവടക്കാരും സ്ത്രീകളുമെല്ലാം പ്രവാചകന്റെ ആ മധുരമുള്ള, പ്രവാചകൻ നന്മയിലേക്ക് ചേർത്തു പിടിച്ച അവരുടെ വസന്തകാലം അവരോർത്തെടുക്കുകയാണ്. ആ റബീഉൽ അവ്വൽ 12-ന് റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്ത് എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത്, അത്തരണത്തിലാണ് പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്. അത്തരണത്തിലാണ് പ്രവാചകന്റെ മാതൃക നാം പിൻപറ്റേണ്ടത്. കാരണം നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയാണ്, പ്രവാചകൻ എങ്ങനെ ഭക്ഷണം കഴിച്ചു, പ്രവാചകൻ ഏത് കരങ്ങൾ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോ പതറിപ്പോകാതെ മരണസമയത്ത് പോലും ആ പടച്ചനാഥന്റെ പ്രതീക്ഷയും വിശ്വാസവുമാണ്, വിശ്വാസ ദൃഢതയാണ്, തൗഹീദിലുള്ള ദൃഢമായ വിശ്വാസമാണ്. മരണത്തിനപ്പുറം എന്റെ നാഥൻ എന്നെ സ്വീകരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടിയത്. എന്നാൽ നാം ജീവിക്കുന്ന ഈ സമകാലിക സാഹചര്യത്തെ കുറിച്ച് നാം ഒന്ന് ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ. റസൂലിനോടുള്ള സ്നേഹത്തെ കുറിച്ച് മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആ അല്ലാഹുവിന്റെ മസ്ജിദുകൾ, അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവിടെ നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുതേ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഒരുപാട് പാപങ്ങളും ഒരുപാട് സങ്കടങ്ങളും, പ്രവാചകരെ അങ്ങയിലേക്കാണ് ഞങ്ങളുടെ സങ്കടങ്ങളും ആവലാദികളും പറയുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ റസൂല് ഏതൊരു സത്യത്തിനു വേണ്ടി ജീവിച്ചുവോ, ഏതൊരു ബഹുദൈവ ആരാധനയിൽ നിന്ന് ഈ സമൂഹത്തെ സംസ്കരിച്ചുവോ, അത്തരം അധാർമികതയിലേക്ക് ഈ പൗരോഹിത്യം പാമരങ്ങളെ കൊണ്ടുപോകുമ്പോ നമുക്കും നമ്മുടെ അയൽവാസികൾക്കും നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും ആ പ്രവാചകന്റെ മഹിതമായ സന്ദേശങ്ങൾ, പ്രവാചകന്റെ സുന്നത്തുകൾ, പ്രവാചകന്റെ ചര്യകൾ, പ്രവാചകൻ നമുക്ക് നൽകിയ വല്ലാത്ത ആത്മവിശ്വാസവും നിരാശയില്ലാത്ത ജീവിതവും, നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മളോടൊപ്പം കഴിയുന്ന ഈ സത്യത്തെ തിരിച്ചറിയാതെ ഈ വഞ്ചനയിലും ഈ കാണുന്ന വല്ലാത്ത അവസ്ഥകളിലും പെട്ടുപോയ സഹോദരന്മാരെ ബോധവാന്മാരാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും സത്യം ഉൾക്കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തായി നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് ജലപാനം ചെയ്യുമ്പോ ഒരു കൂട്ടം മനുഷ്യരെ അവിടെ മലായിക്കത്തുകൾ ആട്ടിയോടിക്കും. ആട്ടി ഓടിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയും, ഉമ്മത്തി യാ ഉമ്മത്തി, അവരെന്റെ ഉമ്മത്തികളാണ്, അവരെന്റെ ഉമ്മത്തികളാണെന്ന് പറയുമ്പോ ആ സമയം മലക്കുകൾ പറയുന്നു, റസൂലേ, അങ്ങയുടെ വിയോഗത്തിന് ശേഷം ഈ ദീനിലേക്ക് പല പുത്തനാചാരങ്ങളും കടത്തിക്കൂട്ടിയവരാണ്. റസൂൽ പഠിപ്പിക്കാത്ത, റസൂലിന്റെ മാതൃകയില്ലാത്ത ജീവിതം, റസൂൽ പഠിപ്പിക്കാത്ത ആശയങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയും, സുഹുഖൻ സുഹുഖാ, മാറിപ്പോവുക എന്ന് പറയും. ആ ദുരന്തപൂർണമായ അവസ്ഥയിൽ നിന്ന് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസറിൽ നിന്ന്, റസൂലിൽ നിന്ന് ആ ജലപാനം ചെയ്യുന്ന യഥാർത്ഥ മുവഹിദുകളിലും മുത്തഖികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.